യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഇതിൽ ഏതാണെന്നുള്ളത് ടു ഐഡന്റിഫൈ ദ റിയാക്ഷൻ. സോ എപ്പോക്സൈഡ് ഓപ്പണിംഗ് ആണ്, ഞാൻ പറഞ്ഞിരുന്നു എപ്പോക്സൈഡ് ഓപ്പണിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. എന്തായിരുന്നു പ്രത്യേകത? എപ്പോക്സൈഡ് ഓപ്പണിങ്ങിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താ? ഓൾവേസ് എന്താ? SN2. Epoxide opening is always SN2. So answer is option 4. അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ മേജർ പ്രൊഡക്റ്റ് എന്താണ്? അപ്പൊ ഒരു ഇലക്ട്രോഫൈൽ നമുക്ക് തന്നിട്ടുണ്ട്, അവിടെ ന്യൂക്ലിയോഫൈൽ ഉണ്ട് അല്ലേ? ന്യൂക്ലിയോഫൈൽ അവർ ഏതാന്ന് പറഞ്ഞിട്ടില്ല, അവർ മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് അവർ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇലക്ട്രോഫൈൽ അവിടെ ബ്രോമിൻ ആണ്, അവിടെ ബ്രോമിന്റെ കാർബൺ ആണ് അവിടെ ഇലക്ട്രോഫിലിക് കാർബൺ ആയിട്ടുള്ളത്, ബ്രോമിന്റെ കാർബൺ. സോ ജസ്റ്റ് ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞ സിമ്പിളി ഒരു ആൽക്കൈൽ ഹാലൈഡിലോട്ട് ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. SN1 SN2 എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. സോ ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. അപ്പൊ ആ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ ആർ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്ത് എക്സ് പോകുന്ന ഒരു റിയാക്ഷൻ, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഫസ്റ്റ് യു ഹാവ് ടു ലുക്ക് വെദർ ദർ ഈസ് NGP. അവിടെ NGP ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ NGPയുടെ പ്രത്യേകത അറിയാലോ. NGP എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ നൈട്രജൻ ഉള്ളത് കൊണ്ട് നൈട്രജൻ 1, 2, 3. സോ നൈട്രജൻ ക്യാൻ അറ്റാക്ക് ദിസ് കാർബൺ ആൻഡ് ബ്രോമിന് ഇവിടെ നിന്ന് പോവാം അല്ലേ? സോ ഇയർ ഏത് ഗ്രൂപ്പ് റിയാക്ഷൻ നടക്കുന്ന? നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ. എന്നിട്ട് അവിടെ ഒരു 3 മെമ്പർ റിങ് വരും. അതിനുശേഷം ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ആ 3, അപ്പോൾ എന്ത് സംഭവിക്കുക? സോ 1, 2, 3 ഇവിടെ നൈട്രജൻ, ആ നൈട്രജൻ പോയിട്ട് 1, 2, 3. അപ്പൊ നൈട്രജന് നമ്മൾ 1, 2, 3 1, 2, 3, 4, 5 1, 2, 3, 4, 5. അപ്പോ ഇവിടെ N ദെൻ ഇവിടെ H, ഇവിടെ പ്ലസ് അല്ലേ നൈട്രജൻ, ദെൻ ഇവിടെ ഇങ്ങനെ നമുക്കൊരു ഇന്റർമീഡിയറ്റ് കിട്ടും, ശരിയല്ലേ? ഇനി ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ ആ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അവിടെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോണ്ട് തിരിച്ച് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അല്ലേ? 2 SN2 റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ ഒരു SN2 റിയാക്ഷൻ നടക്കും, ഇവിടെ ഒരു SN2 റിയാക്ഷൻ നടക്കും. അങ്ങനെ 2 SN2 റിയാക്ഷൻ നടക്കുന്ന പ്രോസസ്സാണ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ. ക്ലിയർ ആണോ? Next question. ഐഡന്റിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ അവർ തന്നിട്ടുണ്ട്, അത് ഏത് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു സൈക്ലൈസേഷൻ റിയാക്ഷൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇതൊരു ലീവിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ആ ലീവിംഗ് ഗ്രൂപ്പ് അവിടുന്ന് പോയിട്ട് അവിടെ സൈക്ലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അങ്ങനെയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരു ന്യൂക്ലിയോഫൈൽ അവിടെ ഇല്ല. അതായത് ആകെ കൂടി NH2 എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈൽ മാത്രമേ ഉള്ളൂ. അപ്പോ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? NH2 എന്ന് പറയുന്നത് ഇവിടെ തന്നെ അറ്റാക്ക് ചെയ്ത് ഇതിനെ കളഞ്ഞ് വീണ്ടും ഒരു ന്യൂക്ലിയോഫൈൽ വരണം. അങ്ങനെ ഒരു ന്യൂക്ലിയോഫൈൽ ഒന്നും അവിടെ വരുന്നില്ല. അപ്പൊ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ. പിന്നെ ഇത് ടെറിഷറി ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് SN2. അപ്പൊ അത് SN2 അല്ല. പിന്നെ SN1ഉം ഇൻട്രാമോളിക്കുലർ SN1 റിയാക്ഷനും ആണ് അവിടെ ഉള്ളത്.
SN1 റിയാക്ഷൻ ആണെങ്കിൽ കാർബോകാറ്റയോൺ ഫോം ചെയ്യണം, പിന്നെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് SN1 അല്ല. സോ ദ റിയാക്ഷൻ ഈസ് ഇൻട്രാമോളിക്കുലർ SN1. കാരണം ന്യൂക്ലിയോഫൈൽ ഇറ്റ്സെൽഫ് അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഇൻട്രാമോളിക്കുലർ SN1 എന്ന് പറയാണ്. ഇൻട്രാമോളിക്കുലർ SN1 അവർ പറഞ്ഞില്ലെങ്കിൽ ദ റിയാക്ഷൻ ഈസ് SN1. ഓക്കെ ആണോ? ഓക്കെ. Next question. Write the route for the following reaction. ഒരു റിയാക്ഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ റൂട്ട്, കറക്റ്റ് റൂട്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോ ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ കേസിൽ റിട്ടൻഷൻ 100% റിട്ടൻഷൻ ആണ്. സ്റ്റീരിയോ കെമിസ്ട്രിക്ക് യാതൊരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ കേസിൽ 100% ഇൻവേഷൻ ആണ്. സ്റ്റീരിയോ കെമിസ്ട്രി തിരിഞ്ഞു. ഇത് റെസിമിക് മിക്സർ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ എന്തായിരിക്കും 100% ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്തായിരിക്കും? SN2 ആയിരിക്കും അല്ലേ? ബി എന്തായിരിക്കും? SN2 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ 2 കട്ട് ചെയ്യാം, ഓപ്ഷൻ 4 കട്ട് ചെയ്യാം. ബി SN2 ആയിരിക്കും. പിന്നെ റെസിമിക് മിക്സർ എന്ന് പറഞ്ഞ SN1 ആയിരിക്കും. റെസിമിക് മിക്സർ എന്ന് പറഞ്ഞാൽ SN1 ആയിരിക്കും. അപ്പൊ സി എന്തായിരിക്കണം? SN1 ആയിരിക്കണം. സി SN1 ആയിരിക്കണം. എ 100% റിട്ടൻഷൻ ആണ്. 100% റിട്ടൻഷൻ. അപ്പൊ നമുക്ക് SNIക്ക് 100% റിട്ടൻഷൻ ആണ്. ശരിയല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ദിസ് ഈസ് SNI. ദിസ് ഈസ് SN1. ഓക്കെ അല്ലേ? Okay. So next question. Write down the product of the reaction. ഇതിന്റെ പ്രൊഡക്റ്റ് എന്താന്നുള്ളതാണ്. അവര് നമുക്ക് ഒരു ന്യൂക്ലിയോഫൈൽ തന്നിട്ടുണ്ട്, സോഡിയം അസറ്റേറ്റ്. ദെൻ OTS ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോഫൈൽ അവിടെ ഉണ്ട്. അപ്പൊ OTS ഒരു ലീവിംഗ് ഗ്രൂപ്പ് ആണ്. OTS ഈസ് എ ലീവിംഗ് ഗ്രൂപ്പ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞിരുന്നു NGPക്ക് സാധ്യതയുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം. അപ്പൊ ഇവിടെ ഓക്സിജന്റെ കയ്യിൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഈ ലോൺ പെയർ ഉള്ള കാരണം 1, 2, 3, 4, 5 റിങ്ങും ഫേവറബിൾ ആണ് അല്ലെ? 3 മെമ്പേർഡ് ഫേവറബിൾ ആണ്, 5 മെമ്പേർഡ് ഫേവറബിൾ ആണ്, 6 മെമ്പേർഡ് ഫേവറബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓക്സിജൻ പോയിട്ട് എന്ത് ചെയ്യും? ഈ ഓക്സിജൻ പോയിട്ട് ഈ കാർബണെ അറ്റാക്ക് ചെയ്യും, OTS പോകും. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ അറ്റാക്കിംഗ് ഗ്രൂപ്പും SN2 റിയാക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, SN2 റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ് ആയിരിക്കണം ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി. എന്നാൽ മാത്രമാണ് ഈ ഓക്സിജനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എപ്പോഴും ആ സ്റ്റീരിയോ കെമിസ്ട്രി ശ്രദ്ധിച്ചോളൂ, ട്രാൻസ് ഓറിയന്റേഷൻ ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ SN2 നടന്നു, പിന്നെ രണ്ടാമത്തെ SN2. അപ്പൊ രണ്ടാമത്തെ SN2 നടന്നു കഴിയുമ്പോൾ ആര് വരും? OAC വരും. അപ്പൊ OAC വരുമ്പോൾ you will get option 3. This is NGP, neighboring group participation. Okay അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. Write down the product of the reaction. ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? Write down the product of the reaction. Write down the product of the reaction.
ഇപ്പൊ ഇവിടെ OTSും OAC ഗ്രൂപ്പും സെയിം ഫേസിലാണ്. അപ്പൊ സെയിം ഫേസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ OAC ഗ്രൂപ്പിന് OTSന് അത് OAC ഗ്രൂപ്പ് SN2 ആണ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനിൽ നടക്കുന്നത്. 2 SN2 റിയാക്ഷൻസുകളാണ് നടക്കുന്നത്. അതിപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചോളൂ, ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും. ഓക്കെ, അപ്പോ ഇവിടെ രണ്ടും സെയിം സ്റ്റീരിയോ കെമിസ്ട്രി സിസ് ആണ് അല്ലേ? സ്റ്റീരിയോ കെമിസ്ട്രി സിസ് ആണ്. അപ്പൊ ഇവിടെ NGP അല്ല, ഇറ്റ് ഇസ് നോട്ട് NGP, ഇറ്റ് ഇസ് നോട്ട് NGP, നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അല്ല. ഓക്കെ, അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ O- വന്നിട്ട് ബാക്ക് സൈഡ് കൂടെ വന്ന് അറ്റാക്ക് ചെയ്യും, ടോപ്പ് ഫേസ് കൂടെ അറ്റാക്ക് ചെയ്യും, OTSനെ കളയും. സോ ദ റിയാക്ഷൻ ഈസ് SN2. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ പ്രൊഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? റൈറ്റ് ഡൗൺ ദ പ്രൊഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ. സോ ഒരു ന്യൂക്ലിയോഫൈൽ തന്നിട്ടുണ്ട്. ന്യൂക്ലിയോഫൈൽ OMe ആണ് ന്യൂക്ലിയോഫൈൽ. അവിടെ ഇലക്ട്രോഫിലിക് കാർബൺ നമുക്ക് കാണാം. സോ ദിസ് ഈസ് ദ കാർബൺ. ലീവിംഗ് ഗ്രൂപ്പ് ആയിട്ട് അവിടെ ബ്രോമിൻ ഉണ്ട്. സോ ബ്രോമിൻ ഈസ് ദ ലീവിംഗ് ഗ്രൂപ്പ്. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ആണ് ഇവരെ നമുക്ക് തന്നിരിക്കുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയോഫൈൽ ആണ്. സോ OMe ഗ്രൂപ്പ് എങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യും? OMe ഗ്രൂപ്പ് ആക്സിയൽ അപ്രോച്ച് വരും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ബ്രോമിൻ ഇക്വറ്റോറിയൽ ആണ്. അപ്പൊ ഇക്വറ്റോറിയൽ സൈഡിൽ നിന്ന് ബ്രോമിൻ പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അവിടെ ഉണ്ട്, OMe ഗ്രൂപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇത് ആക്സിയലും ഇത് ഇക്വറ്റോറിയലും. ദാറ്റ് മീൻസ് സിസ് ഓറിയന്റേഷൻ ആയിരിക്കണം. 1 2 3 4 അല്ലേ? 1 4 സിസ് ആയിരിക്കണം. 1 4 സിസ് ഏതാ? ഓപ്ഷൻ 3. ഓക്കെ, ഓക്കെ. അടുത്ത ചോദ്യം, write the product of the following reaction. Write the product of the following reaction. Write the product of the following reaction. ഇപ്പൊ അവര് നമുക്ക് തന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഇലക്ട്രോഫിലിക് കാർബൺ. ഇവിടെ ബ്രോമിൻ ഉണ്ട്. മെത്തനോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മെത്തനോൾ എന്ന് പറയുന്നത് ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ്.
ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? അത് ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പോയി വന്നു. ഓക്കെ, അപ്പോൾ വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ്. സോ വീക്ക് ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് തന്നെ SN1 റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക, SN2 അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോമിൻ അവിടെ നിന്ന് ഇറ്റ്സെൽഫ് എലിമിനേറ്റ് ചെയ്ത് പോകും. ആ ബ്രോമിൻ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ അവിടെ കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ആ കാർബോകാറ്റയോൺ വളരെ ഈസി ആയിട്ട് ഈ ഓക്സിജൻ ആറ്റത്തിന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. സോ ദിസ് കാർബോകാറ്റയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ. അത് ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ SN1 ഫേവറബിൾ ആയിട്ട് റിയാക്ഷൻ അവിടെ നടക്കുകയാണ്. ദെൻ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ഇതിങ്ങനെ നിൽക്കുകയാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തനോള് ഏതിലെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. മെത്തനോള് ഇതിലെ വന്ന് അറ്റാക്ക് ചെയ്താൽ ഇക്വറ്റോറിയയിൽ മെത്തനോള് വരും. ഇനി ഇതിലെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആക്സിയിൽ മെത്തനോള് വരും. അപ്പോ മെത്തനോള് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന് ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാം. ശരിയല്ലേ? OMe ആൻഡ് OMe ഇതാണ് വരുന്നതെങ്കിൽ ഇത് ഇക്വറ്റോറിയലും ഇത് ഇക്വറ്റോറിയലാണ്. ദിസ് ഇസ് ട്രാൻസ് പ്രൊഡക്റ്റ്. ഇതാണ് വരുന്നതെങ്കിൽ ഇത് ഇക്വറ്റോറിയലും ഇത് ആക്സിയിലാണ്. സോ ദിസ് ഈസ് സിസ് പ്രൊഡക്റ്റ്. സിൻസ് ദിസ് ഈസ് 1,3, ഇത് 1,3 ഓറിയന്റേഷൻ ആയതുകൊണ്ട് എന്തായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഇതിലെ 1,3 ഏതാ സ്റ്റേബിള്? നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കുക, ഇന്ററാക്ഷൻസ് നോക്കുക. ഇതല്ലേ 4 അല്ലേ? ബ്രോമിനകത്തില് കാരണം രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എഴുതണം. അപ്പൊ പിന്നെ നമുക്ക് ഏത് എഴുതാൻ പറ്റുക? ട്രാൻസ് ഇക്വറ്റോറിയൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഫോൾസ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ്? അപ്പൊ അവര് നമുക്കൊരു റിയാക്ഷൻ, ഒരു സബ്സ്ട്രേറ്റ് തന്നിട്ടുണ്ട്, ഒരു 7 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പൊ ആ 7 മെമ്പേർഡ് റിംഗിന്റെ അകത്ത് 3 ഡബിൾ ബോണ്ട് കോഞ്ചുഗേറ്റഡ് ആയിട്ടുണ്ട്, ഒരു sp3 കാർബൺ ഉണ്ട്, അതിൽ ബ്രോമിൻ ഉണ്ട്. ഇറ്റ് വിൽ ഈസിലി ഷോ SN1 റിയാക്ഷൻ എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രോമിൻ പോയി കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജ് വരും, അപ്പോഴേ SN1 നടക്കുള്ളൂ. യെസ്, വളരെ ഈസി ആയിട്ട് നടക്കും. അതിന് കാരണം എന്താണ്? ദിസ് കാർബോകാറ്റയോൺ ഈസ് അരോമാറ്റിക്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഇറ്റ് ഈസ് ട്രൂ. രണ്ടാമത്തെ ഇറ്റ് വിൽ ഷോ SN2 ആയിരിക്കും. SN2 ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ നോക്കാം. ഇറ്റ് വിൽ ഈസിലി പ്രസിപ്പിറ്റേറ്റ് AgNO3 സൊല്യൂഷൻ. യെസ്, സിൽവർ നൈട്രേറ്റ് AgBr പോയി കഴിഞ്ഞാലും അവിടെ കാർബോകാറ്റയോൺ വരും. കാർബോകാറ്റയോൺ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ്. ഇറ്റ് വിൽ ഫോം അരോമാറ്റിക് കോമ്പൗണ്ട്. ഓക്കെ, അതും കറക്റ്റ് ആണ്. ബ്രോമിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് അരോമാറ്റിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ വി ക്യാൻ ടേക്ക് ദ ഓപ്ഷൻ 2. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ അല്ല, ഇൻകറക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഫോൾസ് അല്ല. അപ്പൊ 2 അല്ല ഉത്തരം. ഇൻകറക്റ്റ് അല്ല, അപ്പൊ 2 അല്ല. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? ആക്ച്വലി ഇറ്റ് വിൽ ഫോം അരോമാറ്റിക് കോമ്പൗണ്ട്. ഓപ്ഷൻ ഇത് ആഫ്റ്റർ അത് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ, അതായത് SN1 നടക്കും, AgNO3 നടക്കുമ്പോൾ അത് അരോമാറ്റിക് ആയിട്ട് മാറുമല്ലോ. 1,3 പ്രീവിയസ് 1,3 ആണ്. 1,3 ഇക്വറ്റോറിയലാണ് സ്റ്റേബിൾ. അതുകൊണ്ട് ട്രാൻസ് അല്ലേ? സോറി. യെസ്, 1,3 ആണല്ലോ അല്ലേ? 1,3 ഞാൻ പെട്ടെന്ന് 1,4 പോയി. ഓക്കെ, 1,3 ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ഇത് സിസ് ആണ്, ഇത് ട്രാൻസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കളി ഉണ്ട് കേട്ടാ.
ഇവിടെ ഓക്സിജന്റെ ലോൺ പെയർ ഉള്ള കാരണേ ഇവിടെ തമ്മിലൊരു റിപ്പൽസീവ് ഇന്ററാക്ഷൻ വരും. കാരണം ഇത് ശരിക്കും സൈക്ലോഹെക്സൈൻ അല്ല റിങ്. റിങ് ഈസ് നോട്ട് സൈക്ലോഹെക്സൈൻ. മനസ്സിലായോ? അപ്പൊ ഈ ഓക്സിജനും തമ്മിൽ റിപ്പൽസീവ് ഇന്ററാക്ഷൻ വരുമ്പോൾ ഇതായിരിക്കും സ്റ്റേബിൾ. ഓക്കെ, സോ യു ഹാവ് ടു ടേക്ക് ട്രാൻസ്. ഞാൻ അതാലോചിച്ചു, പക്ഷെ ഞാനതാ പറഞ്ഞതിൽ പോയതാ. മനസ്സിലായി? സൈക്ലോഹെക്സൈൻ അല്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് സൈക്ലോഹെക്സൈൻ. ദിസ് ഈസ് ഈതർ ടെട്രാഹൈഡ്രോപൈറാൻ ആണ്, THP. ഓക്കെ ആണോ? ഉത്തരം 4 തന്നെയാണ് കേട്ടോ. ക്ലിയർ ആണോ? ഇതിലോട്ട് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഇൻ ദ SN1 സോൾവോളിസിസ് ഓഫ് ദ ഫോളോയിങ് പ്രൈമറി ആൽക്കൈൽ ക്ലോറൈഡ് ഇൻ അക്വസ് എത്തനോൾ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് റിയാക്ടിവിറ്റി ഈസ്. ഓർഡർ ഓഫ് ഡിക്രീസിംഗ് റിയാക്ടിവിറ്റി ഈസ്. SN1 സോൾവോളിസിസ് ആണ്. SN1 റിയാക്ഷന്റെ റിയാക്ടിവിറ്റി ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി നോക്കുക. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി നോക്കുക. അപ്പൊ ആദ്യത്തെ കേസിൽ CH2 പ്ലസ് CH2 CH3, ഇതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ CH2 പ്ലസ് CH ഡബിൾ ബോണ്ട് CH2. മൂന്നാമത്തെ കേസിൽ CH2 പ്ലസ് O CH3. നാലാമത്തെ കേസിൽ CH2 പ്ലസ് CFF CF3. സോ ഫസ്റ്റ് കേസിൽ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, സോ പ്ലസ് H ഇഫക്റ്റ്. രണ്ടാമത്തെ കേസിൽ ദർ ഈസ് എ ഡബിൾ ബോണ്ട്, പ്ലസ് M ഇഫക്റ്റ്. മൂന്നാമത്തെ കേസിൽ ദർ ഈസ് എൻ ഓക്സിജൻ വിത്ത് ലോൺ പെയർ, പ്ലസ് M ഇഫക്റ്റ്. നാലാമത്തെ കേസിൽ മൈനസ് I ഇഫക്റ്റ്, CFF. ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് 4 ആയിരിക്കും. SN1 റിയാക്ഷൻ ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓപ്ഷൻ 3 കട്ട് ചെയ്യാം. ഏറ്റവും ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ 1 കട്ട് ചെയ്യാം, ഓപ്ഷൻ 2 കട്ട് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. വിച്ച് വിൽ അണ്ടർഗോ മാക്സിമം റെസിമൈസേഷൻ. ഇതിലേതാണ് മാക്സിമം റെസിമൈസേഷൻ തരുന്നതെന്ന്? വിച്ച് വിൽ അണ്ടർഗോ മാക്സിമം റെസിമൈസേഷൻ. അതായത് SN1 റിയാക്ഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റെസിമൈസേഷൻ. SN1 റിയാക്ഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റെസിമൈസേഷൻ. കാർബോകാറ്റയോൺ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ബാക്ക് സൈഡ് കൂടെ അറ്റാക്ക് ചെയ്യും, പിന്നെ ഫ്രണ്ട് സൈഡ് കൂടെ അറ്റാക്ക് ചെയ്യും. അപ്പൊ മാക്സിമം റെസിമൈസേഷൻ ഇതിൽ തരുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മാക്സിമം റെസിമൈസേഷൻ. അതായത് റെസിമൈസേഷൻ എന്ന് പറയുന്നത് എന്താ? കാർബോകാറ്റയോൺ ഫോം ചെയ്ത് ഈ കാർബോകാറ്റയോൺ ഇങ്ങനെ നിൽക്കണം. അപ്പൊ കാർബോകാറ്റൻ എത്രത്തോളം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു അത്രത്തോളം ഇതിലെ അറ്റാക്ക് ചെയ്യും, ഇതിലെ അറ്റാക്ക് ചെയ്യും, അല്ലേ? അപ്പോഴല്ലേ റെസിമൈസേഷൻ നടക്കുന്നത്. അപ്പൊ ഇതിൽ ആരായിരിക്കും മാക്സിമം റെസിമൈസേഷൻ തരുന്നത്? ആ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്ത്. അതായത് ഫ്രണ്ട് സൈഡ് അറ്റാക്കും ബാക്ക് സൈഡ് അറ്റാക്കും. യെസ്, ഓപ്ഷൻ ഡി, മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ, അല്ലേ? മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. ഓക്കെ അല്ലേ? എല്ലാത്തിനും സ്റ്റെബിലിറ്റി നോക്കിയാ പോരെ?
അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ ഓർഡർ ഓഫ് SN1 റിയാക്ഷൻ. SN1 റിയാക്ഷന്റെ ഓർഡർ. അഗെയിൻ SN1 റിയാക്ഷന്റെ ഓർഡർ ചോദിച്ചാൽ ഗോ ഫോർ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി. കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി. അപ്പോ എല്ലാതും ഈ ബെൻസൈൽ ഹാലൈഡ് ആണ്. അപ്പോൾ ആ ക്ലോറിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് CH2 പ്ലസ്. ദിസ് കാർബോകാറ്റയോൺ CH2 plus. Another one is CH2 plus CH3. Another one is CH2 plus OCH3. Then CH2 plus NO2. NO2. അപ്പൊ നോക്കിയേ, ഇവിടെ പ്ലസ് എച്ച് ഇഫക്റ്റ്, ഇവിടെ പ്ലസ് എം ഇഫക്റ്റ്, ഇവിടെ മൈനസ് എം ഇഫക്റ്റ് അല്ലെ? ആ ഗ്രൂപ്പുകളല്ല കിടക്കണേ. CH3 OCH3 NO2. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഇതില് 3 ആയിരിക്കും. 3 ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ തരണത് 3 ആയിരിക്കും. ഉത്തരായില്ലേ? യെസ്. അടുത്ത ചോദ്യം. The decreasing rate of solvolysis of the following compound. The decreasing rate of solvolysis of the following compounds. Decreasing rate of അപ്പൊ സോൾവോളിസിസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് വിത്ത് സോൾവെന്റ്. അപ്പോ ഈ സോൾവോളിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് SN1 ആണോ NGP എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ, NGP റിയാക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നോക്കിയേ, ദിസ് ഈസ് ദ ലീവിംഗ് ഗ്രൂപ്പ്. ഇതാണ് ലീവിംഗ് ഗ്രൂപ്പ്. അപ്പൊ ലീവിംഗ് ഗ്രൂപ്പിന്റെ ആന്റി പൊസിഷനിൽ യു ക്യാൻ സി എ ഡബിൾ ബോണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ടിനെ കാണാം. സോ തേർഡില് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ആന്റി പൊസിഷൻ ആണ്. അപ്പൊ ഭയങ്കര ഫേവറബിൾ ആയിട്ടാണ് തേർഡ് കിടക്കുന്നത്. ഹൈലി ഫേവറബിൾ ഫോർ തേർഡ് വൺ അല്ലേ? അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ തരണത് 3 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ 2 കട്ടായി, ഓപ്ഷൻ 3 കട്ടായി. ഇനി 1 ആണോ 2 ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഡബിൾ ബോണ്ട് 1 ഉള്ളത് കൊണ്ട്, ആന്റി അല്ലെങ്കിൽ പോലും സിൻ ആണെങ്കിൽ പോലും ഡബിൾ ബോണ്ട് അവിടെ ഉള്ളത് കൊണ്ട്, ഇലക്ട്രോൺ ക്ലൗഡ് അവിടെ ഉള്ളത് കൊണ്ട് പുഷ് ചെയ്ത OTSനെ കളയാം. പക്ഷെ ആന്റി പുഷ് ചെയ്യണ പോലെ സിന്നിന് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 കൊടുക്കാം. ദെൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ 3 1 2 ദിസ് വിൽ ബി ദ ആൻസർ. ഇപ്പൊ തേർഡ് ഫാസ്റ്റ് വരാൻ കാരണം NGP ആണ് കേട്ടോ. ആൻഡ് ഇവിടെ ആക്ച്വലി NGP എന്ന് പറയാൻ പറ്റില്ല, സിന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സിന്നിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ ലെസ് പവർഫുൾ ആണ്. ഇവിടെ ആന്റി ആയതുകൊണ്ട് മോർ പവർഫുൾ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഇൻ ദ ഗ്രൂപ്സ് റാങ്ക് ദ ഗ്രൂപ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് ലീവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി. അപ്പൊ ലീവിംഗ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? L മൈനസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ലീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി. ഇയാളുടെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും ലീവിംഗ് ഗ്രൂപ്പിന്റെ പവർ എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം സ്പീഡിൽ ലീവിംഗ് ഗ്രൂപ്പ് പോകും എന്നുള്ളത്. അപ്പൊ ഏറ്റവും നെഗറ്റീവ് ചാർജിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഏത് ഗ്രൂപ്പുകളാണ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ഏറ്റവും ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ആരായിരിക്കും? ഏറ്റവും ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ദിസ് ഈസ് OTS. ആദ്യത്തെ ലീവിംഗ് ഗ്രൂപ്പ് ഏതാ? OTS. രണ്ടാമത്തെ OAC, മൂന്നാമത്തെ മെത്തോക്സി OMe, നാലാമത്തെ OTF ട്രിപ്ലൈറ്റ്. ഏതായിരിക്കും? ആ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യണം. നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യണത് ആരാണോ, ദാറ്റ് വിൽ ബി ദ ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ്.
എന്തായിരിക്കും? ഓപ്ഷൻ 4 ട്രിപ്ലൈറ്റ് അല്ലേ? ട്രിപ്ലൈറ്റ്. നെഗറ്റീവ് ചാർജിനെ ഏറ്റവും നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റണത് ട്രിപ്ലൈറ്റിനാണ്. കാരണം അവിടെ എസ് ഡബിൾ ബോണ്ടോ ആണ്. ഇവിടെ അല്ല, CF3 ഗ്രൂപ്പ് ഇല്ല, ഹൈലി ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള CF3 ഗ്രൂപ്പ് ഉണ്ട് SO3. അപ്പൊ OTF ആണ് ഏറ്റവും ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് OTSനേക്കാളും അല്ലെ. ആ നെഗറ്റീവ് ചാർജിനെ നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ട്രിപ്ലൈറ്റിന് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് OH മൈനസ്, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് increases in the solvent generally, then what happens to the reaction? റിയാക്ഷൻ നടക്കുന്ന ആൽക്കൈൽ ഹാലൈഡും OH മൈനസും തമ്മിലാണ്. ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് OH മൈനസ്. അപ്പൊ അതുകൊണ്ട് തന്നെ OH മൈനസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് SN1. അപ്പൊ ഇത് പോയി. ദെൻ വാട്ട് ഹാപ്പൻസ്? എന്തായിരിക്കും സംഭവിക്കുക? OH മൈനസ് SN2 ആയതുകൊണ്ട് തന്നെ അത് റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക അല്ലേ? അടുത്ത ചോദ്യം, for the reaction between in an SN2 reaction there is എന്താണ് SN2 റിയാക്ഷനിൽ നടക്കുന്നത്? നമുക്കറിയാലോ SN2 റിയാക്ഷനിൽ എന്താ നടക്കുക? അപ്പൊ നമുക്ക് 100% ഇൻവേഷൻ ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിലിപ്പോ എടുക്കാൻ പറ്റിയ ഉത്തരം 100% ഇൻവേഷൻ അവരെ നമുക്ക് തന്നിട്ടില്ല. റെസിമൈസേഷൻ റയറസ്റ്റ് ആണ്, നടക്കില്ല. ഓക്കെ, അത് ഓക്കെ, എടുക്കാൻ പറ്റുന്ന 2 പറ്റുള്ളൂ. അപ്പൊ ആൻസർ എടുക്കാൻ പറ്റുന്നത് 2 പറ്റുള്ളൂ. 2 എടുക്കാം. അടുത്ത ചോദ്യം, arrange the following compounds in the order of decreasing ease of nucleophilic substitution reaction. SN2 ആണ്. അല്ല, ഇത് അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ശരിക്കും എടുത്ത് പറയണം ക്വസ്റ്റ്യനിൽ. അരോമാറ്റിക് ആരോമാറ്റിക്കും ആലിഫാറ്റിക്കും ഉണ്ട്, രണ്ടും ഉണ്ട്. കാരണം ബെൻസൈൽ ക്ലോറൈഡ് അവർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. സോ സ്ട്രക്ചർ വരയ്ക്കുക. ആദ്യത്തെ എന്താ അവർ തന്നിരിക്കുന്ന 4 നൈട്രോ ക്ലോറോ ബെൻസീൻ. അപ്പൊ NO2Cl. രണ്ടാമത്തെ 2,4 ഡൈനൈട്രോ ക്ലോറോ ബെൻസീൻ. അപ്പോ ഇത്. മൂന്നാമത്തെ 2,4,6 ട്രൈനൈട്രോ ക്ലോറോ ബെൻസീൻ. അപ്പോ ഇവിടെയും. നാലാമത്തെ ബെൻസൈൽ ക്ലോറൈഡ്. സോ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ CH2Cl. ബെൻസൈൽ ക്ലോറൈഡ്. സോ ഇവിടെ sp2ലാണ് ക്ലോറിൻ, ഇവിടെ sp2ലാണ് ക്ലോറിൻ, ഇവിടെ sp2ലാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ sp3ലാണ്. അപ്പൊ നമുക്കറിയാലോ sp3 ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരുന്നത് sp2നേക്കാളും. അപ്പോ 4 ആയിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തരിക. അപ്പൊ 4 ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തരുമ്പോൾ ഓപ്ഷൻ 2 കട്ടായി, ഓപ്ഷൻ 3 കട്ടായി, ഓപ്ഷൻ 4 കട്ടായി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇനി ഇവിടെ എന്താ സംഭവിക്കണം? എത്രത്തോളം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എന്ത് നടക്കും? ഏത് പൊസിഷനിൽ? ഓർത്തോ പാര പൊസിഷനിൽ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക്, ഇലക്ട്രോഫിലിക് അല്ലാത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ 3 NO2 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം. SNAR എന്ന് പറഞ്ഞ റിയാക്ഷൻ ആണ്. ദിസ് ഈസ് SNAR. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് ഇതിനെ കുറിച്ചിട്ടൊക്കെ. ഇത് മനസ്സിലാക്കൊന്നുമില്ല, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അടുത്ത ചോദ്യം, what will be the effect on the rate of SN2 type reaction if the concentration of methyl iodide is doubled and the amount of OH minus is half? എന്തായിരിക്കും സംഭവിക്കുകയാണ്? അതായത് മീഥൈൽ അയോഡൈഡിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, OHന്റെ ഹാഫ് ആക്കി. അപ്പൊ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് മീഥൈൽ അയോഡൈഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. ദാറ്റ് ഈസ് SN2 ആണ്.
ഇവിടെ റേസ് ടു 1, ഇവിടെ റേസ് ടു 1. ഇനി എന്താ അവർ ചെയ്തത്? ദിസ് ഇസ് R1, R2. R2 എന്താ ചെയ്തത്? ഇതിനെ ഡബിൾ ചെയ്തു. അപ്പൊ 2 ടൈംസ് മീഥൈൽ അയോഡൈഡ്. ഇതിനെ 1/2 ഹാഫ് ആക്കി OH മൈനസിന്റെ കോൺസെൻട്രേഷൻ. സോ ദാറ്റ് ഈസ് R2 ഈസ് ഈക്വൽ ടു 2/2. 2/2 എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് മീഥൈൽ അയോഡൈഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. That means rate remains constant. ഇതിലാ വരാ തെറ്റിയിട്ടുണ്ടോ? മീഥൈൽ അയോഡൈഡ് ഡബിൾ ചെയ്തു. SN2 റിയാക്ഷൻ അല്ലേ? അതെ, OH മൈനസ് അല്ലേ? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് അല്ലേ ഫോളോ ചെയ്യാം? ഓക്കെ. Arrange the following 3 chlorides in decreasing order of SN1 reactivity. SN1 ആണ് കേട്ടോ. എങ്ങനെ ചെയ്യാം? കാർബോകാറ്റൈഡ് സ്റ്റെബിലിറ്റി നോക്കുക അല്ലേ? കിട്ടിയോ ഉത്തരം? വീഡിയോസ് ഒറ്റ തവണ കണ്ടാൽ മതി. എന്നിട്ട് നോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നോട്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാൻ നോക്കുക എപ്പോഴും. സ്റ്റഡി ത്രൂ ക്വസ്റ്റ്യൻസ്. സോ BCA കറക്റ്റ് ആണ്. കാർബോകാറ്റൈഡ് സ്റ്റെബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the nucleophilicity order for SN2 reaction? Nucleophilicity order അതായത് റിയാക്ടിവിറ്റി, അതായത് ന്യൂക്ലിയോഫൈലിന്റെ റിയാക്ടിവിറ്റി ആണ്. എന്താണ് ന്യൂക്ലിയോഫിലിസിറ്റി എന്ന് പറഞ്ഞത്? ന്യൂക്ലിയോഫിലിസിറ്റി മീൻസ് ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്. ന്യൂക്ലിയോഫിലിസിറ്റി മീൻസ് ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്. അതാണ് ന്യൂക്ലിയോഫിലിസിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ടു അറ്റാക്ക് ദ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി, അതാണ് വരുന്നത്. ലീസ്റ്റ് എന്തായാലും 3 ആണ് NO3 മൈനസ്, കാരണം അത് ഹൈലി സ്റ്റേബിൾ ആണ്. ലീസ്റ്റ് എന്തായാലും 3 ആണ് NO3 മൈനസ്. ഹൈലി റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ ഓപ്ഷൻ 3 കട്ടായി, ഓപ്ഷൻ 4 കട്ടായി. ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യ സയനൈഡ് ആയിരിക്കും, CN മൈനസ്. ദാറ്റ് ഈസ് 4. സോ ഓപ്ഷൻ 1 കട്ടായി. സോ ആൻസർ ഈസ് ഓപ്ഷൻ. Okay. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏകദേശം ഒരു ഐഡിയ ആയോ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് SN1, SN2, SNI ഏതൊക്കെയാണ് വരുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസുകൾ SN1,
SN1, SN2, SNI, SNAR, benzene. And ഇവിടെ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ സമയം ഉള്ളവര് അതനുസരിച്ച് കാണുക. ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ വരണമെന്ന് മനസ്സിലായില്ല. SN1 ചോദ്യം എങ്ങനെയാണ്, SN2 ചോദ്യം എങ്ങനെയാണ്, NGP എങ്ങനെയാണ് വരുന്നത്, SNAR എങ്ങനെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എലിമിനേഷന്റെ വീഡിയോസ്, എലിമിനേഷന്റെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.